Okay, students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് എക്സസൈസുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ആവും. 2 ദിവസം കൊണ്ട് തീരുന്നു പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ എക്സസൈസുള്ള ഒരു വെറൈറ്റി പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. Consider a binary operation star on the set 1, 2, 3, 4, 5 given by the following multiplication table. Multiplication table. Table തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയിട്ടാണ് ടേബിളിലോട്ട് പോകുന്നത്. കമ്പ്യൂട്ട് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കമ്പ്യൂട്ട് 2 star 3 star 4 and 2 star 3 star 4. അതായത് അസോസിയേറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ? യെസ് ഓർ നോ? ഹൗ? അത് കൂടി കൊടുക്കണം. തേർഡ് വൺ കമ്പ്യൂട്ട് 2 star 3 star 4 star 5. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഒരു പർട്ടിക്കുലർ ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ ഇങ്ങനെയാണ്. ഓപ്പറേഷൻ സ്റ്റാർ ആണ് പറയുന്നത്. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. റോ വൈസും കോളം വൈസും സെയിം എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഫില്ല് ചെയ്തെന്നുള്ളതൊന്നും പറയുന്നില്ല. ഇതിൽ നമ്പർ ഉണ്ട്. 1, 2, 1, 2, 1, 1, 1, 3, 1, 1, 1, 2, 1, 4, 1, 1, 1, 1, 1, 5. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാണുമ്പോൾ നമുക്ക് എന്തോ തോന്നും, പക്ഷെ 1 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തരണം. എങ്ങനെ ചെയ്യാൻ നോക്കാം. കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ on the set 1, 2, 3, 4, 5 given by the following multiplication table. Compute 2 star 3 star 4 and 2 star 3 star 4. അപ്പൊ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യും. ടേബിൾ ഉള്ളിൽ ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് 2 star 3 star 4 equal to ഈ ബ്രാക്കറ്റ് അകത്ത് ആദ്യം ചെയ്യാം. 2 എന്ന് പറയുമ്പോൾ 2 star 3 അപ്പൊ നമുക്ക് 2 star 3 എന്ന് പറയുമ്പോൾ 1. അപ്പൊ ഇതിന് വരാം 1. ഇനി സ്റ്റാർ 4 അതുപോലെ എഴുതാം. അടുത്ത സ്റ്റെപ്പില് 1 star 4 1 star 4 is 1. ഇതാണ് ആദ്യത്തെ ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി ഇത് ചെയ്യും. 2 star 3 star 4 that equal to ബ്രാക്കറ്റ് അകത്താണ് ആദ്യം ചെയ്യേണ്ടത്. 3 star 4 3 star 4 so 1. അടുത്തതാണ് 2 star 1 2 star 1 1. so both of the answers are correct. രണ്ടും എന്താ പറയുന്നത്, മാച്ചിങ് ആവുന്നുണ്ട്. അസോസിയേറ്റീവുമായിട്ട് മാച്ചിങ് ആവുന്നുണ്ട്. ശരിക്കും അസോസിയേറ്റീവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ 2 ആൻസർ ആണ്. സോ ആബ്സല്യൂട്ട്ലി കറക്റ്റ്. സെക്കൻഡ് വൺ ഈസ് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അപ്പൊ ഈ ടേബിള് മൊത്തം നമ്മളത് അനലൈസ് ചെയ്യണം. മൊത്തം കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. ഇതെടുത്താൽ തിരിച്ചും ഒരേ ആൻസർ കിട്ടണം. നമുക്ക് ഒരേ ആൻസർ കിട്ടണം. അപ്പൊ നമുക്ക് റാൻഡം ആയിട്ട് വെറുതെ നോക്കാം. 2 star 1 1 ആണ്. 2 star 1 1 ആണ്.
അപ്പൊ 2 സ്റ്റാർ 1 എന്ന് പറയുമ്പോൾ 2 സ്റ്റാർ 1. അപ്പൊ അടുത്ത എങ്ങനെ എടുക്കണം? 1 സ്റ്റാർ 2. അപ്പൊ നമുക്ക് 1 സ്റ്റാർ 2 1 ആണ്. കറക്റ്റ്. അതേപോലെ ഇടക്കിടക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 സ്റ്റാർ 1 1 ആണ്. അപ്പൊ അടുത്ത എന്താണ്? 1 സ്റ്റാർ 3 1. കറക്റ്റ്. ഇനി ഒന്ന് വേറെ ഒന്ന് എടുത്ത് നോക്കി. 3 സ്റ്റാർ 5 എടുക്കാം. 3 സ്റ്റാർ 5 1. അപ്പൊ തിരിച്ചെടുക്കുമ്പോൾ 5 സ്റ്റാർ 3 5 സ്റ്റാർ 3 1. എല്ലാം കറക്റ്റ് തന്നെയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് നമ്പർ വേണമെങ്കിൽ എടുക്കാം. അതായത് 2 സ്റ്റാർ 3 കണ്ടുപിടിക്കാം. തിരിച്ചെടുക്കുമ്പോൾ 3 സ്റ്റാർ 2 2 സ്റ്റാർ 3 ആൻസർ എഴുതാം. തിരിച്ച് 3 സ്റ്റാർ 2 എടുക്കുമ്പോൾ അതിന്റെ ആൻസർ എത്രയാണ് നോക്കാം. അപ്പൊ ആ രണ്ടിന്റെ ആൻസറും എങ്ങനെയാണ് കിട്ടുന്നത് നോക്കിയിട്ട് വേണം നമുക്കിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു റാൻഡം ആയിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും കൂടി നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായാലും കമ്പ്യൂട്ടർ ക്ലിയർലി ഇറ്റ് ഈസ് കമ്പ്യൂട്ടർ. തേർഡ് വൺ കമ്പ്യൂട്ട് 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5 4 സ്റ്റാർ 5 5 ആണെന്ന് തന്നെ തോന്നുന്നത്. 4 സ്റ്റാർ 5 എങ്ങനെയാണ്? ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് മാത്രം ആദ്യം ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യാം? 2 സ്റ്റാർ 3 2 സ്റ്റാർ 3 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞാൽ 1. ഞാൻ ഇവിടെ തന്നെ ആൻസർ ചെയ്താം. 1 സ്റ്റാർ 4 സ്റ്റാർ 5 4 സ്റ്റാർ 5 1 1 സ്റ്റാർ 1 1 സ്റ്റാർ 1 ക്ലിയർലി 1. സോ ദാറ്റ് ഈസ് ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ ഇവിടെ തോന്നുന്നുണ്ട്. പക്ഷെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ലെറ്റ് സ്റ്റാർ ഡാഷ് be the binary operation on the set 1 2 3 4 5 defined by a star dash b equal to HCF of A and B. HCF of A and B. First is the operation star dash is same as the operation star defined in above exercise. Justify your answer. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല, അതേപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ടേബിളും ഈ ടേബിളും ഒന്ന് കമ്പയർ ചെയ്യാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ വേണ്ടാത്തത് ഞാൻ വായിച്ചു പറയാം. അപ്പൊ ഈ ടേബിൾ നമുക്ക് വേണം, അത് ഇത് കമ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പുതുമയുണ്ട്. ലെറ്റ് സ്റ്റാർ ഡാഷ് binary operation. അത് binary operation ആണ്. 1 2 3 4 5 defined by a star dash b. star dash ഇത് കേട്ടോ. HCF of A and B. എന്താണ് ഈ HCF? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഈ നമ്മള് ലോവർ ക്ലാസ് ലസാഗു എന്നൊക്കെ പറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഹയസ്റ്റ് കോമൺ. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇത് 2 എന്ന് പറഞ്ഞ നമ്പർ എഴുതുവാണെങ്കിൽ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതായിരിക്കും? 1 2. ആ നമ്പറും 1 ഇറ്റ്സെൽഫ്. അതുപോലെ ആണെങ്കിലോ 3 എന്ന് പറഞ്ഞ നമ്പറോ 1 എപ്പോഴും വരും, പിന്നെ ആ നമ്പർ. ഇതിന്റെ HCF എന്ന് പറയുന്നത് ഈ 2 3 ഒരുപാട് നമ്പർ എടുക്കാം. ഇപ്പൊ 2 നമ്പർ എടുത്തല്ലോ.
ഈ 2, 3 എന്ന നമ്പറിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. രണ്ടിലും പൊതുവായിട്ട് വരുന്ന നമ്പർ ഏത്? 1. അതില് ഹയസ്റ്റ് ഏതാന്ന് നോക്കാം. അത് ഒരു 1 മാത്രമേ ഉള്ളൂ, പുതിയതായിട്ട് എടുക്കാനില്ല. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. വേറെ നമ്പർ എടുക്കാം, 6 എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 1 2 ഡിവൈസ് 1 3 6. അടുത്തത് 8 എടുക്കാം, 1 2 4 8. ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ നോക്കി നോക്കാം. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പറിന്റെ ഫാക്ടറും ഈ നമ്പറിന്റെ ഫാക്ടറും കമ്പയർ ചെയ്യും. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാന്ന് നോക്കാം. ഇപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഇതാണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഇതാണ്. ആ രണ്ട് നമ്പറിൽ ഹയസ്റ്റ് ഏതാണെന്ന് നോക്കാം. ആ ഇത് 1 1 2 2. ഇത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇത് ഒരു സെറ്റ്, ഇത് ഒരു സെറ്റ്. ഇതിൽ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കോമൺ പൊതുവായിട്ട് 1 to 1 2 അതാണ് പൊതു. അതില് ഹയസ്റ്റ് വരുന്ന ഏറ്റവും ടോപ്പിലുള്ള നമ്പർ 2. അപ്പൊ ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ 2 ആണ്. അത് അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ടേബിൾ കമ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ ആ ടേബിൾ ഇവിടെ തന്നെ ആക്കിയേക്കാം. എന്നാ പിന്നെ പ്രശ്നമില്ല, രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ നല്ല രസമായിരിക്കും. ഇവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ടേഷൻ 1 2 3 4 5. 1 2 3 4 5. ഇപ്പൊ 1 സ്റ്റാർ ഡാഷ് 1 ആണ് എഴുതുന്നത്. അപ്പൊ എങ്ങനെ എഴുതണം? 1 സ്റ്റാർ ഡാഷ് 1 ഈക്വൽ ടു എഴുതണമെങ്കിൽ ഇതിന്റെ രണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ പറയുന്നു. 1ന്റെ ഹയസ്റ്റ് ഫാക്ടർ 1, അതിന്റെ ഫാക്ടർ 1. അതിന്റെ ഹയസ്റ്റ് കോമൺ 1. 1ന് പ്രത്യേകിച്ച് ചെയ്യാനില്ല. അടുത്ത 1 സ്റ്റാർ ഡാഷ് 2. അപ്പൊ 1ന്റെ 1 തന്നെയാണ്. 2ന്റെ എഴുതുമ്പോൾ 1 2. ഇതില് കോമൺ 1, പിന്നെ അതില് 1 തന്നെയാണ് എഴുതുന്നത്. അത് അടുത്തത് 1 സ്റ്റാർ ഡാഷ് 3. അപ്പൊ ഇതിലെല്ലാം നോക്കുകയാണെങ്കിൽ 1 തന്നെയാണ്. 1 സ്റ്റാർ ഡാഷ് 4 1. 1 സ്റ്റാർ ഡാഷ് 5 1 ആണ്. എങ്ങനെ എഴുതി നോക്കിയാൽ മതി. അടുത്ത് 2 സ്റ്റാർ ഡാഷ് 1. ഈ 1ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും 1 തന്നെയാണ് വരുന്നത്. അടുത്ത് 2 സ്റ്റാർ ഡാഷ് 2. 2 സ്റ്റാർ ഡാഷ് 2. അപ്പൊ എങ്ങനെയായിരുന്നു? 2ന്റെ എന്ന് പറയുന്നത് 1 2. അതിനും അത് തന്നെ 1 2. ഇതിന്റെ കോമൺ ഇത്, അതിൽ ഹൈസ്റ്റ് 2. ഇപ്പൊ 2 എഴുതും. 2 സ്റ്റാർ ഡാഷ് 3. 2 സ്റ്റാർ ഡാഷ് 3 വരുമ്പോൾ 2ന്റെ 1 2, 3ന്റെ 1 3, കോമൺ 1. അതേപോലെ എഴുതി നോക്കാം. 2 സ്റ്റാർ ഡാഷ് 4. അത് ശ്രദ്ധിക്കണം. അപ്പൊ 2ന്റെ 1 2, 4ന്റെ 1 2 4. അപ്പൊ കോമൺ ഇതാണ്, അതിൽ ഹൈസ്റ്റ് 2 ആണ്. 2 സ്റ്റാർ ഡാഷ് 5. അപ്പൊ 2ന്റെ 1 2, 5ന്റെ 1 5. അപ്പൊ 1 ആണ്. 3 സ്റ്റാർ ഡാഷ് 1. 1ഉമായി കമ്പയർ ചെയ്യുമ്പോൾ 1 തന്നെ. 3 സ്റ്റാർ ഡാഷ് 2. രണ്ട് ഡിസ്ട്രിക്റ്റ് നമ്പർ ആണ്, അതിൽ കോമൺ ഫാക്ടർ ഒന്നും എഴുതാനില്ല. 1. 3 സ്റ്റാർ ഡാഷ് 3 വരുമ്പോൾ രണ്ടും ഒരേ നമ്പർ ആണ്. 3ന്റെ 1 3, മറ്റേ 1 3. അപ്പൊ 3 ആണ്. 3 സ്റ്റാർ ഡാഷ് 4. 3ന്റെ 1 3, 4ന്റെ വരുമ്പോൾ 1 2 4. അപ്പൊ രണ്ടിലും കൂടി കോമൺ എന്ന് പറയുന്നത് ഏതായിരിക്കും നമുക്ക് വരാം? That's 1 itself. 3 സ്റ്റാർ ഡാഷ് 5. 1 3 1 5. അപ്പൊ അത് 1 ആണ്. 4 സ്റ്റാർ ഡാഷ് 1. 1ഉമായി കമ്പയർ 1 തന്നെയാണ്. 4 സ്റ്റാർ ഡാഷ് 2. 2ന്റെ 1 2, 4ന്റെ 1 2 4. അപ്പൊ ഹൈസ്റ്റ് 2. 4 സ്റ്റാർ ഡാഷ് 3. 1 3 1 2 4. അപ്പൊ that equal to 1 3 1 2 4 1 itself. 4 star dash 4. 1 2 4 1 2 4. That is highest is 4. 4 star dash 5. 1 4 1 5. That equal to 1. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് തന്നെ നോക്കാം. എഴുതിയിട്ട് ഓരോന്നായി നോക്കിയിട്ട് ചെയ്തായിരിക്കും നല്ലത്. എന്നെപ്പോലെ എഴുതാൻ നിൽക്കരുത്. 1 to 1 5. That equal to 1. 1 to 1 3. 1 1 4 വരുമ്പോൾ so 1 itself. 1 5 വരുമ്പോൾ 1 5 1 5. So 5. ഇങ്ങനെയാണ്. ഇതാണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഒന്നും പഠിക്കാനില്ല. എന്താണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ അത് മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ഈ ടേബിൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ, ഈ ടേബിൾ നോക്കിയാൽ 1 1 1. ശരി,
1 2 1 2 1 ശരി 1 1 3 1 1 1 2 1 4 1 ശരി 1 1 1 1 5 രണ്ടും സെയിം ആണ്. ഇത്രേ ചെയ്യാനുള്ളൂ. വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വരും, HCF ഒന്ന് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയും. ഇത് നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചു തന്നെയാണ്. ഇത് ഇംഗ്ലീഷ് കൺവേർഷൻ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. റൈറ്റ്.